പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവം അവൻ്റെ നിലവിളി ശ്രവിക്കുമോ? ദൈവം അവൻ്റെ നിലവിളി ശ്രവിക്കുമോ? അവൻ സർവശക്തനിൽ ആനന്ദം കണ്ടെത്തുമോ? ദൈവം അവൻ്റെ നിലവിളി കേൾക്കുമോ? ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന വചനം ജോബിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് 1-ാം അധ്യായം മുതൽ ഇന്ന് 20-ാം ദിവസമാണ്. ജോബിൻ്റെ കുടുംബജീവിത ചരിത്രമായി നമ്മൾ മുന്നോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവമായ കർത്താവ് ജോബിനെ ഒരു പരീക്ഷണത്തിലൂടെ കടത്തിക്കൊണ്ടു പോവുകയാണ്. ഇന്ന് നമ്മൾ ശ്രവിക്കാൻ പോകുന്ന വചനം ജോബിൻ്റെ പുസ്തകം 27-ാം അധ്യായം 1 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ദൈവമായ കർത്താവേ, അങ്ങയുടെ ജീവൻ്റെ വചനം കേൾക്കാൻ ഞങ്ങളുടെ കാതുകളെയും മനസ്സിനെയും ഹൃദയത്തെയും ജ്വലിപ്പിക്കണമേ എന്നും ജീവൻ്റെ വചനം പാഞ്ഞു വന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്നും ചെറുതും വലുതുമായ ഞങ്ങളുടെ ശരീരങ്ങളിലുള്ള ഓരോ രോഗപീഠകളും വചനം കേൾക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ കഴുകണമേ എന്ന് യേശു അപ്പൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എവിടെ 2-3 പേരെ എൻ്റെ നാമത്തിൽ കൂടുന്നുവോ അവിടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് വാക്ക് പറഞ്ഞാൽ വാക്ക് മാറാത്ത ദൈവമായ കർത്താവേ, അങ്ങയ്ക്ക് മഹത്വമുണ്ടാകാൻ വേണ്ടി പിതാവായ ദൈവമേ, പുത്രൻ്റെ വചനം കേൾക്കാൻ ഞങ്ങളുടെ കാതുകളെ തുറക്കണമേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം ശ്രവിക്കാം. ജോബിൻ്റെ പുസ്തകം 27-ാം അധ്യായം 1-ാം വാക്യം. ജോബ് തുടർന്ന്, എൻ്റെ അവകാശം എടുത്തു കളഞ്ഞോ ദൈവമാണോ? ജോബ് പറയണം, എൻ്റെ അവകാശം എടുത്തു കളഞ്ഞ ദൈവമാണോ? ജോബിൻ്റെ അവകാശം എല്ലാം എടുത്തു കളഞ്ഞ ദൈവമാണോ എന്ന് ജോബ് തന്നെ ചോദിക്കണം, ജോബിനോട് തന്നെ. കാരണം ജോബ് ദൈവമായ കർത്താവുമായി ഒരു വലിയ വിശ്വാസത്തിലായിരുന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ജോബിനെ വേലി കെട്ടി സംരക്ഷിച്ച ദൈവമായ കർത്താവ് പെട്ടെന്ന് ഒരു അടി വന്ന് എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. അവൻ്റെ ശരീരം വരെ രോഗപീഠയാൽ കിടക്കുമ്പോൾ ജോബിന് വരുന്ന ചില സംശയങ്ങൾ കർത്താവുമായി പങ്കുവയ്ക്കുന്ന വചനമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. ഹല്ലേലൂയ. എനിക്ക് മനോവ്യസനം വരുത്തിയ സർവശക്തനാണോ? ജോബ് പറയണം, എനിക്ക് മനോവേദന, വ്യസനം, സങ്കടം ഇതെല്ലാം വരുത്തിയ സർവശക്തനാണോ ദൈവമായ കർത്താവെന്ന് ജോബിൽ തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ജോബിൻ്റെ കുറ്റങ്ങൾ എണ്ണി ദൈവമായ കർത്താവിൻ്റെ മുൻപിൽ നിരത്തി വയ്ക്കുമ്പോൾ അവനറിയാം, ഇന്നില്ലെങ്കിൽ നാളെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇടപെടും. എൻ്റെ മക്കളെല്ലാം പോയി, സമ്പത്തെല്ലാം പോയി, എൻ്റെ ശരീരവും നശിച്ചു, എനിക്ക് ജീവശ്വാസം മാത്രമേ ഉള്ളൂ. എങ്കിലും എൻ്റെ വിശ്വാസം ഞാൻ വിട്ടുകൊടുക്കില്ലെന്ന് ജോബ് പ്രഖ്യാപിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. 3-ാം വാക്യം. എന്നിൽ ശ്വാസം ഉള്ളിടത്തോളം കാലം ദൈവത്തിൻ്റെ ചൈതന്യം. ജോബ് പറയുന്നുണ്ട്. 3-ാം വാക്യം, 27-ാം അധ്യായത്തിൽ 3-ാം വാക്യം. എന്നിൽ ജീവശ്വാസം ഉള്ളിടത്തോളം കാലം ദൈവത്തിൻ്റെ ചൈതന്യം, കർത്താവിൻ്റെ ചൈതന്യം എൻ്റെ ജീവിതത്തിൽ ചലിച്ചുകൊണ്ടിരിക്കും. വെള്ളത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ചലിച്ചതുപോലെ ജോബ് പറയണ്, ഞാൻ ചൈതന്യത്തിൽ നിലനിൽക്കും. എൻ്റെ നാസികയിൽ ഉള്ളിടത്തോളം കാലം എൻ്റെ അധരം വ്യാജം പറയുകയില്ല. എന്തു തന്നെ വന്നാലും ശരി, ദൈവമായ കർത്താവിനെ തള്ളിപ്പറയാനോ കുറ്റപ്പെടുത്താനോ ഞാൻ ഒരുങ്ങുകയില്ല. പിന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട് ജോബിൻ്റെ ജീവിതത്തിൽ. അത് അവൻ്റെ വേദന കൊണ്ടും സങ്കടം കൊണ്ടും നഷ്ടപ്പെട്ടതിനെ എല്ലാം ഓർത്ത്
അവൻ സങ്കടപ്പെടുന്നുണ്ട്, നിലവിളിക്കുന്നുണ്ട് കർത്താവിൻ്റെ മുമ്പിൽ. എങ്കിലും അവൻ പറയുകയാണ്, എൻ്റെ അധരം വ്യാജം പറയുകയില്ല. ഒരു കാരണവശാലും കർത്താവിനെ തള്ളി പറയില്ല. കുറ്റം പറയുന്നുണ്ട് അവൻ. പക്ഷെ കർത്താവിനെ കുറ്റപ്പെടുത്തി ജീവിക്കാനൊന്നും ജോബ് തയ്യാറല്ല. ഹല്ലേലൂയ. എൻ്റെ നാവ് വഞ്ചന വിചരിക്കുകയില്ല, വഞ്ചന പറയുകയില്ല. നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല. മറ്റുള്ളവർ പറയുന്നത് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. മറ്റുള്ളവർ കർത്താവിനെയൊക്കെ കുറ്റം പറഞ്ഞ് നിനക്ക് ഇത്രയും സമ്പത്തും അതെല്ലാം ഉണ്ടായിട്ട് ഇതൊരു നിമിഷം കൊണ്ട് ദൈവം നിന്നെ നശിപ്പിച്ച് കളഞ്ഞല്ലോ എന്നൊക്കെ ദൈവത്തെ പറ്റി കുറ്റം പറയുമ്പോഴും അവൻ്റെ സ്നേഹിതൻ, സഹോദരന്മാർ, വേലക്കാർ, ജോലിക്കാരെല്ലാം ജോബിനെ പറ്റി കുറ്റം പറയുമ്പോഴും ജോബ് പറയണത്, എൻ്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ എൻ്റെ അധരം വ്യാജം പറയുകയില്ല. ഇതാണ് ദൈവമായ കർത്താവിൻ്റെ കൂടെ ആയിരിക്കുന്ന ഒരു വ്യക്തി. കർത്താവിനെ തള്ളിപ്പറയുകയോ കർത്താവിൻ്റെ വചനത്തിൽ നിന്നും പിന്മാറുകയോ ചെയ്യരുത്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ചില ഗ്രൂപ്പുകളിൽ ഈ കർത്താവിൻ്റെ വചനം, ചില പ്രാർത്ഥനകളൊക്കെ കാണുമ്പോൾ ആ വ്യക്തിക്ക് തീ കത്തണം. വേറെ പ്രാർത്ഥിക്കാത്ത വ്യക്തികളുണ്ടാവും. അപ്പോൾ സമർപ്പിക്കാത്ത വ്യക്തികൾക്ക് തീ കത്തും, പിശാച് കത്തിക്കുന്നതിനകത്ത്. പെട്ടെന്ന് അവർ അവിടെ നിന്ന് ലെഫ്റ്റ് അടിക്കും. പുറത്തുനിന്ന് പറഞ്ഞിട്ട് അമ്മേനെയൊക്കെ ചവിട്ടി പുറത്താക്കിയിട്ട് ഓടിപ്പോണ കാണാൻ പറ്റും. ലെഫ്റ്റ് അടിച്ച് പുറത്തു പോയി. വലിയ അന്തസ്സാണെന്നാണ് അവരുടെയൊക്കെ ഓർമ്മ. നീ നിന്റെ ദൈവമായ കർത്താവിനെയും നിന്റെ പരിശുദ്ധമേനെയും വിട്ടിട്ട് നീ ഏത് മരണക്കുഴിയിലേക്കാണ് ചാടിപ്പോണെന്നുള്ളത് അവനറിയില്ല. ഭൂമി പിളർന്ന് മെഴുകിക്കളയും. പിശാച് അങ്ങനത്തവനാണ്. ഇപ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. എന്താണെന്നറിയാമോ? ഈ ബൈബിളിലെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകമുണ്ട്. അതിനകത്ത് ലാസ്റ്റ് വചനമുണ്ട്, വെളിപാട് 12:12. എളുപ്പമുള്ളത് 12:12. അതെടുത്തൊന്ന് വായിക്കണം എല്ലാവരും. എന്താണ് അവിടെ കേൾക്കണമെന്ന്. അത് കയറി പിടിക്കാതിരിക്കണമെങ്കിൽ ഈ അമ്മയോടും പുത്രനോടും ചേർത്ത് നിൽക്കണം. അതല്ലാണ്ട് ഞാൻ അവിടെയാണ് എനിക്ക് നല്ലത്, ഇവിടെയാണെന്ന് പറഞ്ഞാൽ അക്കരയ്ക്ക് ഓടിയിട്ട് അവിടെയും കിട്ടില്ല, ഇക്കരയ്ക്ക് ഓടിയിട്ട് ഇവിടെയും കിട്ടില്ല. കടലിൻ്റെ നടുക്കായി പോകും. ശിഷ്യന്മാർ കടലിൽ കെട്ട പോലെ. അപ്പം യേശു നടന്നു വരും വെള്ളത്തിൻ്റെ മേലൂടെ. എന്നിട്ട് ഞാനാന്ന് പറയും. മനുഷ്യൻ എന്താ പറയുന്നറിയാമോ? ഭൂതം 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 എന്ന് പറഞ്ഞ് ഓട്ടും കർത്താവിനെ കാണുമ്പോൾ. കാരണം എന്താണ്? അതിൻ്റെ വിശ്വാസമില്ല, വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. അണലി സന്തതികളെന്നൊക്കെ കർത്താവ് വിളിക്കണതിൻ്റെ കാരണം നിന്നെപ്പോലെയുള്ളവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയിട്ടാണ്. സമർപ്പണമില്ല, നോക്കുകുത്തികളെ പോലെ ഇരുന്നിട്ടാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പറയണമെങ്കിൽ മരിക്കുവോളം ഞാൻ നിഷ്കളങ്കത കൈവിടുകയില്ല. അഹങ്കാരം മൂക്കുമ്പോൾ കർത്താവിൽ നിന്നും അകരും, പരിശുദ്ധ അമ്മയിൽ നിന്നും അകരും. സാത്താനെ കെട്ടുപിടിക്കും. അവൻ നിനക്ക് സമ്പത്ത് തരും, സ്നേഹം തരും, എല്ലാം തരും. അവസാനം ഒരൊറ്റ അടിയടിക്കും. ടൈറ്റാനിക് കപ്പൽ പോയ പോലെ. ടൈറ്റാനിക് കപ്പൽ എന്തായിരുന്നു? അവിടെ അഹങ്കാരം, ദൈവമില്ലെന്നാണ് അവർ പറഞ്ഞത്. ഒറ്റ നിമിഷം കൊണ്ട് തകർത്ത് കളഞ്ഞത്. ഭയങ്കരമല്ലേ? അങ്ങോട്ട് പോയി തകർക്കാൻ ആർക്കും പറ്റില്ല. ഇത് ഞാനുണ്ടാക്കിയത്, എൻ്റെ അവകാശം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് നെളിഞ്ഞ് കടലിൽ കൂടെ പോയി മഞ്ഞ് കട്ടയൊക്കെ പോയി കൊണ്ട് ഇട്ടിച്ച് തകർത്ത് കളഞ്ഞു. രക്ഷിക്കാൻ പറ്റിയാവില്ലായിരുന്നു. അതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം. ഇപ്പം പ്രത്യേകം സൂക്ഷിക്കണം. എന്താണെന്നറിയാം? വളരെയധികം ശ്രദ്ധിച്ച് ജീവിക്കേണ്ട കാലങ്ങളാണ്. ആ വെളിപാട് പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ വായിക്കുന്ന വചനം നമ്മളൊന്ന് എടുത്ത് വായിച്ചു നോക്കണം. അവിടെ എന്താണ് നമ്മുടെ ദൈവമായ കർത്താവ് എഴുതി വച്ചിരിക്കണേന്ന്. അതെല്ലാം നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയം വരും. കാരണം നമ്മുടെ ദൈവമായ കർത്താവ് സത്യസന്ധനാണ്. അവനെ വിട്ട് നമ്മൾ ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ അറിയില്ല എന്താണ് സംഭവിക്കണേന്ന്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവേ, യേശുവിൻ്റെ ആത്മാവേ, ഞങ്ങളുടെ ഹൃദയത്തിലേക്കും ആത്മാവിലേക്കും കത്തി ജ്വലിക്കണമെന്ന് യേശു അവൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വെളിപാട്
12-ാം അധ്യായം 12-ാം വാക്യം. അതിനാൽ സ്വർഗമേ, അതിൽ വസിക്കുന്നവരെ ആനന്ദിക്കുവിൻ. എന്നാൽ ഭൂമിയിലെ സമുദ്രം നിങ്ങൾ ദുരിതം. നിങ്ങൾ ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ള അറിഞ്ഞ് അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വെളിപാട് 12:12. കണ്ടോ? നോക്കിയേ, എന്താ അവിടെ എഴുതി വെച്ചേക്കണേ നോക്കിയേ. അരിശം പൂണ്ട്. യേശുവേ നന്ദി, യേശുവേ ആരാധന. ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവനെ സൂക്ഷിക്കണം. പ്രാർത്ഥനയില്ല, സമർപ്പണമില്ലാണ്ട് നോക്കുകുത്തികളെ പോലെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവനടിക്കും. ഇന്നില്ലെങ്കിൽ നാളെ ആർക്കെങ്കിലൊക്കെ ഇട്ടടിക്കും. നിന്നെ വ്യക്തിയൊന്നുമില്ല. അത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണുകയും ചെയ്യും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഞാനിത് പറയുമ്പോൾ നിങ്ങളെ ഹൃദയം ചിലപ്പോൾ ജ്വലിക്കും ദേഷ്യം കൊണ്ട്. എനിക്കിരിച്ചിരിക്കില്ല. ഞാൻ കർത്താവിൻ്റെ നാമത്തിലാണ് പറയുന്നത്, വചനത്തിൽ അനുസരിച്ചാണ് പറയുന്നത്. എൻ്റെ ഹൃദയത്തിൽ നിന്നല്ല പറയുന്നത്. വചനം സംസാരിക്കുന്നുണ്ട്. വചനം സംസാരിക്കുന്നുണ്ട്. കർത്താവ് പറയുന്നില്ലേ, നിന്റെ വിശ്വാസം എവിടെ പോയി? അതൊക്കെ കർത്താവിനെ നമ്മൾ ഓർക്കണം. ജോബിൻ്റെ വിശ്വാസം അറിയണം. ജോബ് പറയാനുണ്ട് 5-ാം വാക്യത്തിൽ, മരിക്കുവോളം ഞാൻ നിഷ്കളങ്കത കൈവിടുകയില്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി. നിർദ്ദിഷ്ടമായി ഞാൻ മുറുകെ പിടിക്കും. അത് കൈവിട്ടു പോകാൻ സമ്മതിക്കുകയില്ല. ഞാൻ സമ്മതിക്കില്ല. ഇതാണ് ജോബിൻ്റെ വിശ്വാസം. അതാണ് കർത്താവ് കാണുന്നത്. അതാണ് കർത്താവ് അവന് വേലി കെട്ടിയത്. കേട്ടാ, അവൻ നിഷ്കളങ്കനാണ്, സത്യസന്ധനാണ്, ദൈവഭക്തനാണ്. കർത്താവിനോട്, ഉടുപ്പിനോട്, മെലങ്കയോട് ചേർന്ന് നിൽക്കുന്നവനാണ്. അതാണ് അവൻ പറയുന്നത്, ഞാൻ സമ്മതിക്കുകയില്ല. അത് കൈവിട്ടു പോകാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ ഹൃദയം ഒഴിഞ്ഞു പോയി ഒരു ദിവസത്തെ പോലും എന്നെ കുറ്റപ്പെടുത്തുന്നില്ല. ഒരു ദിവസം പോലും ഞാൻ കർത്താവിനെ കുറ്റപ്പെടുത്തുന്നില്ല. 7-ാം വാക്യം, എൻ്റെ ശത്രു ദുഷ്ടനെ പോലെ, എതിരാളി അധർമ്മിയെ പോലെയും ആയിരിക്കട്ടെ. എൻ്റെ ശത്രു ആരാണ്? എൻ്റെ ശത്രു ദുഷ്ടപിശാചാണ്. ജോബ് പറയണണ്ട 7-ാം വാക്യത്തിൽ, എൻ്റെ ശത്രു ദുഷ്ടനെ പോലെയും എതിരാളി അധർമ്മിയെ പോലെയും ആയിരിക്കട്ടെ. ദൈവം അധർമ്മിയെ വെട്ടി നീക്കുമ്പോൾ, അവൻ്റെ ജീവൻ എടുത്തു കളയുമ്പോൾ അവൻ്റെ പ്രത്യാശ എന്തായിരിക്കും? ജോബ് ചോദിക്കുന്നതുകൊണ്ടോ? ദൈവം അധർമ്മിയെ വെട്ടി നീക്കുമ്പോൾ, മരം വെട്ടി നീക്കുന്ന പോലെ അധർമ്മിയെ വെട്ടി നീക്കുമ്പോൾ, അവൻ്റെ ജീവൻ എടുത്തു കളയുമ്പോൾ അവൻ്റെ പ്രത്യാശ എന്തായിരിക്കും എന്ന് ജോബ് തന്നെ. കഷ്ടത 8-ാം വാക്യം, കഷ്ടത അവൻ്റെ മേൽ വന്നുകൂടുമ്പോൾ ദൈവം അവൻ്റെ നിലവിളി ശ്രവിക്കുമോ? കഷ്ടത, ബുദ്ധിമുട്ട്, രോഗം, പിറുപിറുപ്പ്, വഴക്ക്, വെറുപ്പ്, ദേഷ്യം, മുൻകോപം ഇതെല്ലാം വന്നു കഴിയുമ്പോൾ ദൈവം അവൻ്റെ നിലവിളി ശ്രവിക്കുമോ? അവൻ കിടന്ന് കരയാനൊക്കെ തുടങ്ങിയ കർത്താവ് കേൾക്കുമെന്ന്. അവൻ പിന്നോട്ട് തിരിഞ്ഞു നോക്കാൻ പറയും കർത്താവ്. ഞാൻ നിന്നെ അറിയുന്നില്ലെന്ന് പറയുന്നുണ്ട്. നീ എവിടെ നിന്നാണ്? നീ ആരാണ്? ഞാൻ നിന്നെ അറിയുന്നില്ലെന്ന് പറഞ്ഞാൽ സാത്താൻ വളരെ എളുപ്പമായി. ആ ഒരൊറ്റ വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ല, 2000 അല്ല 4000 വന്നിട്ട് കയറും. 4000 ആത്മാക്കൾ വന്നിട്ട് കയറി പിടിച്ചിട്ട് കട്ടിലിൽ നിന്ന് പിടിച്ച് താഴേക്ക്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. 10-ാം വാക്യം, അവൻ സർവശക്തനിൽ ആനന്ദം കണ്ടെത്തുമോ? ഇതൊക്കെ ചെയ്തിട്ട് അവന് എന്ത് പ്രയോജനം? സർവശക്തനിൽ സന്തോഷം കണ്ടെത്തുമോ, ആനന്ദം കണ്ടെത്തുമോ എന്നൊക്കെ ജോബ് സ്വയം പറയണം. ഹല്ലേലൂയ. അവൻ എല്ലായ്പ്പോഴും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമോ? അങ്ങനെയുള്ളവനൊക്കെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നുണ്ടാവും. ജോബിന് ഇത്രയേറെ വന്നിട്ടും ജോബ് പ്രാർത്ഥനയിൽ നിന്നും കർത്താവിൽ നിന്നും അകന്നു പോയിട്ടില്ല. അവൻ്റെ വിശ്വസ്തത
അവൻ്റെ ഭാര്യയുടെ അടുത്ത് തന്നെ പറയുന്നുണ്ട്, ഇവരെല്ലാം തന്ന ഈ ദൈവത്തെ നീ ശപിക്കുന്നോ, നീ എന്താ പറയുന്നതെന്നുള്ളത് നമ്മൾ ആദ്യം കേട്ട് കടന്നു പോയതാണ്. 1 വാക്യം, ദൈവത്തിൻ്റെ കരത്തെക്കുറിച്ച് ഞാൻ നിന്നെ പഠിപ്പിക്കാം. ജോബ് പറയുന്നത് ദൈവത്തിൻ്റെ കരത്തെക്കുറിച്ച്, കയ്യെക്കുറിച്ച് ഞാൻ നിന്നെ പഠിപ്പിക്കാം. ഓക്കെ, ജോബിൻ്റെ വാക്ക്. ഹല്ലേലൂയ. നീ എന്നെ പഠിപ്പിക്കണ്ട, ഞാൻ നിന്നെ പഠിപ്പിക്കാം. സർവശക്തൻ്റെ ഉദ്ദേശം ഞാൻ മറച്ചു വയ്ക്കുകയില്ല. സർവശക്തൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ മറച്ചു വയ്ക്കുകയില്ല. നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുള്ളതാണല്ലോ. കർത്താവിൻ്റെ കരവേല, കർത്താവിൻ്റെ കരപർശനം, കർത്താവിൻ്റെ സ്നേഹം, ഇതെല്ലാം നിങ്ങളും കണ്ടിട്ടുള്ളതാണല്ലോ. എന്നിട്ടും നിങ്ങൾ വ്യർത്ഥ ഭാഷത്തിൽ ഏർപ്പെടുന്നത് എന്തുകൊണ്ട്? എന്നിട്ടും നിങ്ങൾ വ്യർത്ഥ ഭാഷയിൽ ഏർപ്പെടുന്നത് എന്തുകൊണ്ട്? വേണ്ടാധീനം പറയുന്നതെല്ലാം എന്തുകൊണ്ടെന്നൊക്കെ ജോബ് സ്വയം പറയണം. അല്ലെങ്കിൽ ദുഷ്ടനും ദൈവത്തിന് ലഭിക്കുന്ന ഓഹരി, മർദ്ദകർക്ക് സർവശക്തിയിൽ നിന്നും ലഭിക്കുന്ന അവകാശവും ഇതെത്ര അവൻ്റെ സന്താനങ്ങൾ പെരുകുന്നെങ്കിൽ അവർ വാളിന് ഇരയാകാൻ വേണ്ടിയാണ്. അവൻ്റെ സന്തതികൾ, മക്കൾ, ഇങ്ങനെയുള്ളവരൊക്കെ കുടുംബങ്ങളിലൊക്കെ അല്ലേ, നോക്കി കർത്താവിനെ ഒരു കൂട്ടായ്മയിലും ഒരു പ്രാർത്ഥനയിലൊക്കെ നമ്മൾ വിളിച്ചിട്ട് പോകാണ്ടും അതിൽ നിന്നൊക്കെ പുറത്ത് ചാടി പോകുമ്പോൾ അവരുടെ മക്കളെങ്ങനെയായിരിക്കും? ഇവിടെ പറയണണ്ട, ദൈവമായ കർത്താവ് യേശുവേ, അവൻ്റെ സന്തതിയിൽ പെരുകുന്നെങ്കിൽ അവർ വാളിനിരയാകാൻ വേണ്ടിയാണ്. വാളിനിരയാകും. നോക്കി, ഹല്ലേലൂയ. അവൻ്റെ സന്തതികൾക്ക് വേണ്ടുവോളം ആഹാരം ലഭിക്കുകയില്ല. അവൻ്റെ സന്തതികൾക്ക്, അവൻ്റെ മക്കൾക്ക്, അവൻ്റെ മകൾക്ക് വേണ്ടുവോളം ആഹാരം ലഭിക്കുകയില്ല. ഒരു അപ്പനും അമ്മയും കർത്താവിനെ അറിയാണ്ട്, പരിശുദ്ധ അമ്മയെ അറിയാണ്ട് അവരുടെ മക്കളെയൊക്കെ കെട്ടിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ അവൻ വിടും. അവനെടുത്ത് കരിവേപ്പിലെടുത്ത് കളഞ്ഞാൽ അവളെ എടുത്ത് പുറത്ത് പോയി. എൻ്റെ കണ്ണുകൊണ്ടാലും നീ കണ്ടു, മുമ്പിൽ തന്നെ നിൽപ്പുണ്ടല്ലേ. ഇത്ര ഇത് കേൾക്കുന്ന കുടുംബങ്ങളിലുണ്ട്. അവന് വേണ്ട അവളെ, അവൻ ഉപേക്ഷിക്കാൻ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. അങ്ങനെ ചോദിക്കുക. ഞാൻ ഓർക്കുകയാണ് ഒരു സംഭവം. ഒരു പാകിസ്ഥാനിയാണ് എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു പാകിസ്ഥാനി. അപ്പോൾ അതെന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നോട് ഞങ്ങൾ കാലത്ത് ഒരുമിച്ചിരിക്കും, ചായയൊക്കെ കുടിച്ചിരിക്കുന്ന ഒരു കാര്യങ്ങളിങ്ങനെ പറയും. അപ്പം എന്നോട് പറഞ്ഞു, ഇങ്ങനെ എൻ്റെ ഇത് 2ാമത്തെ ഭാര്യയാണ്. അപ്പം ഞാൻ ചോദിച്ചു, ആദ്യത്തെ ഭാര്യ അവൾക്ക് മക്കളില്ലാണ്ട് ഞാൻ അവളെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എത്ര വർഷമായി? അപ്പോൾ 40 വർഷമായിരുന്നു പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു അവനോട്, നിനക്ക് ആ ഭാര്യയുടെ ഓർമ്മ ഇപ്പം ഉണ്ടാകുന്നു ചോദിച്ചു. അപ്പോൾ അവൻ എന്നോട് പറയണേ, ഞാൻ ദിവസം ഞാൻ അവളെ പറ്റി ഓർത്തു. അവൾ നല്ല സുന്ദരിയായിരുന്നു. പക്ഷേ മക്കളില്ലാതെ വന്നപ്പോൾ സഹോദരന്മാരെല്ലാം കൂടി നിർബന്ധിച്ച് എന്നെ ഇവളെ കൊണ്ട് കെട്ടിച്ചു. ഇപ്പോൾ ഇവന് മകളുണ്ട് കേട്ടോ. 2 ആമക്കളും 2 പെൺമക്കളും ഉണ്ട്. അതിൽ 3 മക്കളും വിവാഹം കഴിഞ്ഞു. മോൻ്റെയും കഴിഞ്ഞ് 2 പെൺമക്കളുടെയും കഴിഞ്ഞ് അവർക്ക് കുട്ടികളുമായി. എന്നിട്ടും ഇയാൾക്ക് ഈ ആദ്യത്തെ ഭാര്യയുടെ സ്നേഹം കിട്ടുപോയിട്ടില്ല. നമ്മൾ തിരിച്ചറിയണം. ക്രിസ്ത്യാനികൾക്കും കർത്താവ് ഹിന്ദു ആയാലും കോട്ടെ, മുസ്ലിം ആയാലും ആര് തന്നെ ആയിക്കോട്ടെ, ആദ്യം തരുന്ന ഭാര്യയുടെ സ്നേഹം എത്ര വലിയ ഭാര്യ അടുത്ത് പോയാലും ആ സ്നേഹം നമുക്ക് കിട്ടില്ല. അദ്ദേഹം എന്നോട് തുറന്നു പറഞ്ഞു, ആ സ്നേഹം എനിക്ക് കിട്ടില്ല, അവളെ എനിക്ക് മറക്കാൻ പറ്റുള്ള പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഇരിക്കുമ്പോൾ ഇവൻ്റെ അഫ്സൽ എന്നാണ് അയാളുടെ വീട്. അയാളുടെ മകള് കല്യാണം കഴിച്ചേക്കണത് എയർപോർട്ടിൽ ജോലിയുള്ള ഒരു നല്ല ഉദ്യോഗസ്ഥനാണ്. കുവൈറ്റ് എയർവേസിൽ ജോലി ചെയ്യണ നല്ല ശമ്പളമൊക്കെ ഉള്ളവനാണ്. കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയുണ്ട്. 1 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേനും അവൻ അവളെ അടിക്കാൻ തുടങ്ങി, പ്രശ്നങ്ങളായി. അത് കഴിഞ്ഞിട്ട് അവൻ അവളെ ഉപേക്ഷിച്ചു. മുസ്ലിംസിനത് ചെയ്യാല്ല, എത്ര വേണേലും ഉപേക്ഷിക്കാൻ കേട്ടാം. എന്നിട്ട് അപ്പം കൊണ്ടുവന്ന് ഇവളെ ഉപ്പൻ്റെ കൂടെ നിർത്തിയേക്കെ. എന്നിട്ട് ഈ അപ്പനെന്നോട് പറയേ, എനിക്ക് രാത്രി ഉറക്കം വരുന്നില്ല രാജാ. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? ഞാനും ഭാര്യയും ഒരു മുറി കിടന്നു, എൻ്റെ മകളും കൊച്ചും മാത്രം വേറൊരു മുറിയിൽ കിടക്കുമ്പോൾ
എനിക്ക് അവളെ ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം വരുന്നു. ഞാൻ പറഞ്ഞു, നീ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷ നിൻ്റെ കണ്ണുകൊണ്ട് തന്നെ നീ കാണും ഞാൻ പറഞ്ഞു. അപ്പോൾ അവനോട് എന്നോട് ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചു. നീ ഇന്നാളൊരിക്കലും എന്നോട് പറഞ്ഞില്ലേ നിൻ്റെ ഭാര്യ, ആദ്യത്തെ ഭാര്യയെ മക്കളില്ലാണ്ട് ഞാൻ ഉപേക്ഷിച്ചു എന്ന്. നീ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. നിനക്ക് വിശ്വാസമില്ല, ഖുർആനിൽ നിനക്ക് വിശ്വാസമില്ലാണ്ട് നിന്റെ മതം അത് സമ്മതിക്കുന്നു, നീ അത് ചെയ്തു, തെറ്റില്ല, കുഴപ്പമില്ല. പക്ഷെ നിന്റെ കണ്ണുകൊണ്ട് അത് കാണുന്നുണ്ട്. ഇതാണ് നമ്മുടെ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾ. നിന്റെ കണ്ണുകൊണ്ട് കാണും. നിനക്ക് മക്കളില്ലാണ്ട് നീ അവളെ ഉപേക്ഷിച്ചു, നിനക്ക് മക്കളുണ്ടായി, രണ്ടാമത് കെട്ടി, അവളെ കല്യാണം കഴിച്ച്, അവനെ അവളെ ഉപേക്ഷിച്ചു. അത് നിന്റെ കൺമുമ്പിലേക്ക് തന്നെ വന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു മനുഷ്യൻ്റെ ജീവിതം. ദൈവമേ, യേശുവേ നന്ദി, യേശു ആരാധന. എന്നിട്ട് പറയാണ് 14-ാം വാക്യത്തിൽ, അവൻ്റെ സന്തതികൾക്ക് വേണ്ടോളം ആഹാരം ലഭിക്കുകയില്ല. ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്ത് ദൈവത്തെയൊക്കെ മറന്ന് അല്ലേ. എനിക്കത് ഇന്നാൾ ഒരു സഹോദരി പറയണ്ടായി. എന്താ പറഞ്ഞതെന്നറിയാമോ? ആരെയും കാണിക്കാൻ വേണ്ടി പ്രാർത്ഥന ചൊല്ലി ഗ്രൂപ്പിലിടണ്ട, സ്വന്തമായിട്ട് ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. ബോധം ഉണ്ടായി. ദൈവമായ കർത്താവിനെ അറിയാഞ്ഞിട്ടാണ്. കർത്താവിനെ ഒന്ന് അന്വേഷിച്ചു അറിഞ്ഞു നോക്കിയേ, അവനെന്തിനാണ് മലയിലേക്ക് പോകണമെന്ന് പറയുന്നത്. ഞാൻ മലയിലേക്ക് പോകണമെന്ന് പറയില്ലേ? എന്തിനു പോണ? വായി നോക്കാൻ പോകണോ? പ്രാർത്ഥിക്കാൻ പോകണമാണ്. നിങ്ങളിവിടെ ഇരിക്കുക, ഞാൻ പാറദൂരം പോട്ടെ എന്ന് പറഞ്ഞു യേശു അല്ലേ. അവർ കിടന്നുറങ്ങി. യേശുദിനാ പാറദൂരം പോയത്? പാറ കാണാനാണ്. പാറയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പോയതാണ്. രക്തം വേർത്ത് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ അവർ കിടന്നുറങ്ങിയാണ് മനുഷ്യർ. ഇതാണ് നമ്മുടെ കൂട്ടായ്മയിലൊക്കെ ഉള്ള ചില സഭയിലൊക്കെ ഉള്ള ആൾക്കാർ. കിടന്നുറങ്ങും. അവിടെ കുർബാന ബലി നടക്കണം, അതിന് പോവില്ല, വിളിച്ചാലും പോവില്ല. എനിക്ക് ക്ഷീണമെന്ന് പറയും. ആ ക്ഷീണം ചിലപ്പോൾ ഒരു പോക്കായിരിക്കും ക്ഷീണം. ഹല്ലേലൂയ. അവനെ അതിജീവിക്കുന്നവരെ മഹാമാരി പിടികൂടും. എനിക്ക് വീണ്ടും പറയണ്, അവനെ അതിജീവിക്കുന്നവർ മഹാമാരി, കൊറോണ പോലെയുള്ള മഹാമാരി വന്നിട്ട് പിടികൂടും. പിന്നെ അത് വിടുമോ? അതുകൊണ്ട് തന്നെ ആരാ? ദുഷ്ടശാത്താനാണ്, ദുഷ്ടശക്തികളാണ്. അതൊക്കെ നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. അവരുടെ വിധവകൾ വിലപിക്കുകയുമില്ല. അവൻ പൊടി പോലെ വെള്ളി കുന്നുകൂട്ടിയാലും കളിമണ്ണ് പോലെ വസ്ത്രം സമ്പാദിച്ചാലും അവന് കുന്നുകൂട്ടണമെന്നേ ഉള്ളൂ. നീതിമാന്മാർ അത് ധരിക്കും, നിഷ്കളങ്കർ വെള്ളി പങ്കിടും. അവൻ്റെ ഭവനം ചിലന്തി വല പോലെ ആയിപ്പോകും. എന്തെല്ലാം ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്തെല്ലാം കണ്ടാ. ഞാൻ പറഞ്ഞില്ല, ഞാൻ നമ്മുടെ ദൈവമായ കർത്താവ് അറിഞ്ഞു തരാത്ത ഏതൊരു സമ്പത്തും അത് നിലനിൽക്കില്ല. അത് തട്ടിച്ചും വഞ്ചിച്ചും നുണ പറഞ്ഞും പ്രാർത്ഥനയില്ലാണ്ടൊക്കെ ഇങ്ങനെ നമ്മൾ സമ്പത്തിന് വേണ്ടി ഓടി കുന്നുകൂട്ടണം. അതൊക്കെ തുരുമ്പായി പോകും. പിശാച് കൊണ്ടുപോയി നശിപ്പിച്ചു കളയും. കൂടുതലും ഞാൻ കണ്ടിരിക്കുന്നത് ഹോസ്പിറ്റലുകാരാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കളയേണ്ടി വരും. അതാണ് വെറുപ്പ്, ദേഷ്യം, മുൻകോപം. നമ്മൾ മനുഷ്യരാണ്, ദുർബലാണ്. എന്തായാലും പറഞ്ഞു പോകും. വീണ്ടും കർത്താവിലേക്ക്, ദൈവത്തിങ്കിലേക്ക് വനം തെറ്റിപ്പറ്റിപ്പോ യേശുപ്പ ക്ഷമിക്കണേന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ക്ഷമിക്കും. അവിടെ നിന്ന് നമുക്ക് മാപ്പ് തരും. അവിടെ നിന്നൊരു വാതിൽ തുറക്കും. ആരും അടയ്ക്കാത്ത വിധം ഒരു വാതിൽ. ആരും അടച്ചാലും അത് തുറക്കാൻ പറ്റാത്ത വിധം ഇരുന്നാലും കർത്താവ് വന്ന് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കും അത് അടയ്ക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശു ആരാധന. കാവൽക്കാരൻ്റെ മാടം പോലെയാണ്. കാവൽക്കാരൻ്റെ മാടം പോലെയാണ് അവരുടെ കുടുംബം എന്ന് പറയുന്നത്. ഇപ്പോൾ അവൻ സമ്പന്നനായി ഉറങ്ങാൻ പോകുന്നു, എന്നാൽ ഇനി ഒരിക്കലും അവന് അങ്ങനെ കഴിയുകയില്ല. സമ്പന്നനായി ഉറങ്ങാൻ പോകുന്നു. സമ്പത്തുണ്ട്, എനിക്ക് എന്തുണ്ട്, ഒരു കുറവുമില്ലെന്നൊക്കെ പറഞ്ഞിങ്ങനെ സുഖിച്ചങ്ങനെ കഴിയുമ്പോഴാണ് ഈ ജോബിന് വന്ന പോലെ ഒരു അടി അങ്ങോട്ട് വരാൻ പോകുന്നത്. ആരെ വിഴുങ്ങണമെന്ന് കരുതി അല്ലറി നടക്കുന്ന ചുരുങ്ങിയ സമയങ്ങളുള്ളൂ. ഇപ്പം തന്നെ പിടിച്ച് നിൽക്കണമെന്ന് പറഞ്ഞിട്ട് താത്താൻ അലറി കൂയിക്കുന്നത് അറിയിക്കണം. ഇപ്പം റെഡിയ അത് സൂക്ഷിക്കണം നമ്മൾ. വെള്ളപ്പൊക്കം പോലെ ഭീതി അവനെ കീഴ്പ്പെടുത്തി. രാത്രിയിൽ ചുഴൽ കാറ്റ് അവനെ വഹിച്ചു കൊണ്ടുപോകുന്നു.
ഇത് ജോബിൻ്റെ ഒരു നടന്ന സംഭവം 20-ാം വാക്യത്തിൽ കേട്ടാ. വെള്ളപ്പൊക്കം പോലെ ഭീതി അവനെ കീഴ്പ്പെടുത്തി. രാത്രി ചുഴലിക്കാറ്റ് അവനെ വഹിച്ചു കൊണ്ടുപോകുന്നു. ജോബിൻ്റെ മക്കളും ജ്യേഷ്ഠന്മാരുടെ വീട്ടിൽ വിരുന്നിന് സൽക്കാരത്തിന് ഇരുന്നപ്പോൾ കൊടുങ്കാറ്റടിച്ച് ആ കെട്ടിടം തകർന്നുപോയി. അത് ജോബിൻ്റെ ഓർമ്മയിൽ വന്നപ്പോൾ പറയണത് എന്താണ്? രാത്രിയിൽ ചുഴലിക്കാറ്റ് അവനെ വഹിച്ചു കൊണ്ട് പോകുന്നതും കിഴക്കൻ കാറ്റ് അവനെ പൊക്കിയെടുത്ത് അവൻ പോയി. അവൻ്റെ മക്കളെ പറ്റിയാണ് അവൻ ഓർത്ത് ഓരോന്ന് പറയുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ, നമ്മുടെ ഹൃദയത്തിലൊക്കെ ഇതൊക്കെ വരും, കഴിഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ അവൻ്റെ കാര്യം തന്നെ അവൻ തന്നെ എടുത്തിടെ. ഒട്ടും കാറ്റടിച്ച് അവൻ്റെ മേൽക്കുര തകർന്ന് വീണ് എല്ലാ മക്കളും മരിച്ചുപോയി. എന്നാലും ജോബ് തളർന്നില്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. സ്വസ്ഥാനത്ത് അവനെ അത് നീക്കിക്കളഞ്ഞു. സ്വസ്ഥാനത്ത് നിന്നും അവരെ നീക്കിക്കളഞ്ഞു. അത് നിർദ്ദയം അവൻ്റെ മേൽ ചുഴറ്റി അടിക്കുന്നു. നിർദ്ദയം അവനെ ചുഴൽക്കാറ്റി ചുറ്റി അടിച്ച് നശിപ്പിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. നമ്മൾ കണ്ടതാണ് ആദ്യം. അതിൻ്റെ ശക്തിയിൽ നിന്നും അവൻ ഭയത്തോടെ ഓടുന്നു. കാറ്റടിച്ചപ്പോൾ മറ്റുള്ളവരെ ഓടി. പക്ഷേ അങ്ങേരുടെ മക്കളൊക്കെ ഭക്ഷണം ചെയ്തപ്പോൾ കെട്ടിടം തകർന്ന് അതിനടിയിൽപ്പെട്ട് മരിച്ചുപോയി. ഹല്ലേലൂയ. അത് അവൻ്റെ നേരെ കൈ നീട്ടുകയും അവൻ്റെ നേരെ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന. നമ്മൾക്ക് കേട്ട ഈ വചനം കർത്താവിൻ്റെ ജോബിൻ്റെ കുടുംബത്തോടുള്ള പരീക്ഷണ വചനമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 20-ാം ദിവസമാണ്. നമ്മൾ നിരന്തരമായി ഒന്നാം പുസ്തകം മുതൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പിതാവായ ദൈവമേ, പുത്രൻ്റെ ജീവൻ്റെ വചനം കേൾക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തുമ്പോൾ പുത്രൻ മഹത്വപ്പെടുവാൻ കുർബാനയിലൂടെ പരിശുദ്ധ അമ്മയുടെ ജപമാലയിലൂടെ ചൊല്ലുന്ന മക്കളെല്ലാം നമ്മുടെ ഹൃദയം വഴി പുത്രൻ മഹത്വപ്പെടുവാൻ ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളെയും മക്കളെയും കേൾക്കുന്ന മക്കളെയെല്ലാം അനുഗ്രഹിക്കണമേ എന്ന് സ്വർഗീയ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. ആവേ മരിയ. പ്രൈസ് ദി ലോർഡ്. ക്രൂശിച്ച കൈയിലല്ലേ നാഥൻ ജീവന്റെ മന്ന തന്നു. ക്രൂശിച്ച കൈയിലല്ലേ നാഥൻ ജീവന്റെ മന്ന തന്നു. കോപിച്ച മാനസത്തിൽ നീ സ്നേഹാഗ്നിജ്വാലയുമാ. കോപിച്ച മാനസത്തിൽ നീ സ്നേഹാഗ്നിജ്വാലയുമാ. തിരുവോസ്തിയായ എന്നിലണയും സ്നേഹം, ദൈവസ്നേഹം പകതാരിലലിയാൻ വരുന്നു. സ്നേഹം എൻ്റെ ഈശോ ഇത്ര ചെറുതാ